ശക്തി എണീറ്റേ സ്ഥലമെത്തി. അയ്യോ, അപ്പൊ ഞാനിതൊക്കെ സ്വപ്നം കണ്ടതായിരുന്നു. ചുമ്മാ പേടിച്ചു. ഓ, എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരെ എത്തി. ഇനി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എവിടെയാണാവോ കൊണ്ടുവച്ചേക്കുന്നത്? ഒയ്യോ, ഈ സാധനത്തിനൊക്കെ മുടിഞ്ഞ വിലയായിരിക്കും. ആ, ഇവിടെ ഇതേ നല്ല നല്ല സെലക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കാം. ഇതെന്താ? ഓ, എനിക്ക് പറ്റിയതൊന്നും കാണുന്നില്ലല്ലോടാ. നല്ല മര്യാദക്ക് തപ്പ് ജീവച്ചായ കിട്ടും. ഓ, ഇവിടെയൊക്കെ അതെ, എനിക്ക് പറ്റിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിട്ട് നോക്കാം. അയ്യോ, ഇവരൊക്കെ ഇതെന്തുവാണോ ഈ കാണിക്കുന്നത്? അപ്പൊ മനുഷ്യനെ ഫുള്ള് പൈസയൊക്കെ തീർക്കുക ആവോ. ഇവിടെ എനിക്ക് പറ്റിയത് മാത്രം ഒന്നും കാണുന്നില്ല. ഇനിയിപ്പൊ എനിക്കുള്ളത് ഞാൻ എവിടെ തപ്പി കണ്ടുപിടിക്കും? എടാ, എനിക്കുള്ളതൊന്നും കാണുന്നില്ലടാ. അതൊക്കെ എവിടെ? അവിടെ എങ്ങാ നോക്കിക്കേ, കിട്ടും. എടാ, ഇത് നോക്കിക്കേടാ, എന്റെ ഡ്രസ്സ് ചാക്ക് പോലെ ഉണ്ടല്ലേ. സാരമില്ല, ഒരു വർഷത്തേക്ക് അലക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. നോക്കിക്കേ മോനൂസേ, ചേട്ടനെ നോക്കടാ. നോക്കിക്കേ ജീവാ, ഇങ്ങോട്ട് നോക്ക്. എടാ പിള്ളേരെ, ഇതെങ്ങനെയുണ്ട്? ഞാനിത് എടുത്താലോ? എടുത്തോ ജൂണേട്ടാ. ഇതിവിടെ എങ്ങാനും കൊണ്ട് വെച്ചേക്കാം. ഇനിയിപ്പോ ഇതെന്താണിത്? ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. ഹാങ്ങർ ആണെങ്കിൽ നിക്കൊന്നുമില്ല. ദുരന്തം. ഇനി ഇത് പോയിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കാം. ഇതെനിക്ക് ചേരും. അല്ലെങ്കിലും ഞാൻ നല്ല സുന്ദരനല്ലേ? ഇതും അവനെടുത്ത ഡ്രസ് പോലത്തെ തോന്നുന്നു. ഒരുമാതിരി ചാക്കിന്റെ കട്ടൊക്കെ ഉണ്ട്. ജീവാ, എടാ എന്നെ ലുക്കാ നോക്കിക്കാ നീ എന്നെ കാണാൻ. പിന്നെ നീയൊക്കെ എന്ത്? ഞാനാണ് വേൾഡ് വൈഡ് ഹാൻസം. ഞാൻ ഇവരെ പുറകെ എങ്ങാനും പോവാം. അതായിരിക്കും നല്ലത്. ഇതെന്താ പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുവാണല്ലോ. അപ്പൊ മറ്റേത് മാറ്റിയോ? ഇനിയിപ്പോ ഇതെങ്ങാനൂടാ. തപ്പ ഇവിടെ എനിക്ക് പറ്റിയത്. ഇതൊക്കെ കണ്ടിട്ട് എന്റെ കിളി പോകുന്നു ദൈവമേ. ഞാൻ കുറെ നേരം ഇത് തൂക്കി പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എങ്ങാൻ കൊണ്ട് വെക്കാം. ഇത് വേണ്ട, വേറെ ഏതെങ്കിലും എടുക്കാം. എടാ, നീ അതെടുക്ക. നീ ഇതിന് കുറച്ച് വിലക്കുറവുണ്ട് തോന്നുന്നു. എനിക്കങ്ങനെ വിലക്കുറഞ്ഞൊന്നും പറ്റത്തില്ല. എനിക്ക് വില കൂടിയതേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതെടുത്തേക്കാം. എടാ, ഇത് നോക്കിക്കേടാ, നോക്ക്. കളിച്ചോണ്ട് നിക്കുവാ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പിന്നല്ല, പൊളി. നീ എടുത്തോ സെറ്റ്. ദേ വരുന്നു. ഇവിടെ വന്നത് ഇട്ടോണ്ട് നടക്കാനും തുടങ്ങിയോ? എന്റെ പൊന്നു, എന്ത് കോലവാടാ ഇത്. നോക്കിക്കേ, ആ തൊപ്പിയെങ്കിലും എടുത്ത് മാറ്റി വെക്കടാ. ദുരന്തം. എങ്ങനെയുണ്ട്? ലുക്കല്ലേ? പിന്നല്ല, വേറെ ലെവൽ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഡ്രസ് എടുക്കോ? എന്റെ പൊന്നു യൂണേട്ടാ, പൊളിയല്ലേ? അയ്യോ, ഇവരൊക്കെ എന്ത് കാണിക്കാനാവോ? ചേട്ടന്മാരാണ് പോലും ചേട്ടന്മാര്. ഡ്രസ്സിങ് സെൻസും ഇല്ല. എന്റെ പൊന്നോ, ഇതിനെക്കാട്ടൊക്കെ എത്രയോ നല്ലതാ ഞാൻ. ഇനി എനിക്ക് ഇതെന്താ പരിപാടി? നൈസാണല്ലോ. എന്റെ ജൂണേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുക. എടാ പൊന്നുമോനെ, നീ എന്നെ ഒന്ന് വിടറാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഒന്ന് എടുത്താ കൗണ്ടറിൽ ഒന്ന് കൊടുത്തോട്ടെ. ഇവന്മാരെ കൊണ്ട് ചേട്ടൻ നോക്കിയിരിക്കാതെ ബില്ലടി ചേട്ടാ. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാ. പോയോ രണ്ടെണ്ണം കൂടെ? ഇല്ലടാ, വന്നു. വന്നോ? എടാ, നോക്കിക്കേ സംഭവങ്ങള്. ഇതേ പിള്ളേരെ, ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഇനി ഒരു വർഷത്തേക്ക് അവിടെ ഷോപ്പിംഗ് എന്ന് പറയുന്ന കാര്യം മിണ്ടി പോരുത്. വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തോണം. ഇത് നോക്കിക്കേ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തോന്നുന്നു. ചേട്ടാ, ഇതും കൂടെ. എടാ, പിന്നെ ഇതെനിക്ക് വീട്ടിലെത്തുമ്പോ തന്നേക്കണം. വഴിനെ അടിച്ചോണ്ട് പോയേക്കരുത് ചേട്ടാ. വേഗം ആവട്ടെ. ജൂണ, ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? ലുക്കല്ലേ? പിന്നല്ല, നീ അതങ്ങ് എടുക്ക്. ഇവിടെ നമ്മുടെ തപ്പല് മാത്രം തീരാത്ത. എടാ, അവന്മാരത് അവിടെ പോയി ബില്ലടിക്കാൻ തുടങ്ങി. നമ്മള് വേഗം കൊണ്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും നടക്കൂലേ. വേഗം വാ. ഇപ്പോ ഏറെക്കുറെ എല്ലാം സെറ്റ് ആയെന്ന് തോന്നൂലേ? ചേട്ടന്മാരെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇതെന്റെ പുത്തൻ റൈബൻ ഗ്ലാസ്. ഞാന് 50 രൂപ കൊടുത്ത് വാങ്ങിയതാ. പൈസ എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എങ്ങനെയുണ്ട്? എന്റെ പൊന്നോ, ശക്തി അടിപൊളി. ഇത്രയും ലുക്കുള്ള ശക്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തുവാ കൃഷി, തള്ളി എങ്ങും മറക്കുവാണല്ലോ. ചുമ്മാ ചെക്കനൊന്നും മനസ്സിലാവില്ലാന്ന്. അതുകൊണ്ടല്ലേ. പോയി നിതിനെ നോക്കിയിട്ട് വരാം. അവൻ കുറെ നേരമായി തപ്പാൻ തുടങ്ങിയിട്ട്. വല്ലതും കിട്ടിയോ ആവോ? ഇതിന്റെയൊക്കെ എത്ര വിലയാണാവോ? എടാ ശക്തി, ഇതിന് എത്ര പൈസയാടാ? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന? വൻ വിലയാണല്ലോ. അതെങ്ങനെ അറിയാം? നീ അല്ലേ എടുത്ത് കൈ പിടിച്ചേക്കുന്നത്? നോക്കടാ അതിന്റെ വില. എടാ പിള്ളേരെ, നോക്കടാ ചേട്ടന്റെ ഗ്ലാസ്. ഞാൻ എടുത്ത പോലത്തെ റൈബൻ ഗ്ലാസ് ചേട്ടനും എടുത്തോ. എന്തായാലും കൊള്ളാം. എടാ, എന്തായി? ബില്ലടിച്ചു കഴിഞ്ഞോ? എവിടെന്ന്? ഈ വമ്മാരാണെങ്കിൽ നോക്കുന്നുമില്ല. ഇനി ഞാൻ ദൂരി വെച്ചേക്കാം. എന്റെ സൗന്ദര്യം നിങ്ങൾ അർഹിക്കുന്നില്ലടാ. നിങ്ങൾ കാണണ്ട. എന്തായി ചേട്ടാ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞോ? എന്റെ അമ്മ, ഇത്രയും പൈസയോ? എടാ നോക്കിക്കേടാ, ഇമ്മാരി പൈസ. നിങ്ങളൊക്കെ ഇതിനു വേണ്ടി എന്താ എടുത്തേ? എന്തുവാടാ, ഞങ്ങൾ ഇടപെടണോ? ഇടപെടേണ്ട വരും. നീയൊക്കെ എടുത്തതില്ലേ ഇത്രയും പൈസ. ചേട്ടാ, 100% വിലക്കുറവെന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് അറക്കലാണല്ലോ അറക്കല്. എന്ത് ചെയ്യാനാടാ പിള്ളേരെ? കഞ്ഞി കുടിച്ച് ജീവിച്ചു പോണ്ടേ? പറഞ്ഞ പൈസ തന്ന് വാങ്ങിയ സാധനം വാങ്ങിച്ചോണ്ട് വേഗം പോവാൻ നോക്ക്. നട്ടപ്പാതിരിയായി. എനിക്ക് വയ്യ. കടക്കാരി വരെ. നമ്മളൊന്നും ഒരു വിലയില്ല അല്ലേടാ. അടുത്ത് ഇവിടെ എന്തൊക്കെയാണാവോ? എടാ വാടാ, ഉള്ള സാധനങ്ങളൊക്കെ വേഗം നോക്കി എടുക്കാൻ നോക്ക്. അവന്മാരൊക്കെ ഇത് എവിടെ പോയി? എടാ, അവന്മാരെവിടെ? അവന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെയും കൊണ്ടും കൂടെ എടുപ്പിക്കായിരുന്നു. എന്റെ പൊന്നു ചൂണേട്ടാ, അവരോട് പറയുന്നതിനെക്കാട്ടി നല്ലത് മിണ്ടാതിരിക്കുന്ന. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. അവന്മാരാണെങ്കിൽ ഇതൊന്നും നോക്കത്തുമില്ല, ശ്രദ്ധിക്കത്തുമില്ല. അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുന്നതല്ലേ.
ഓ, ഇവരെല്ലാരും എവിടെയാണോ? ജീവ, എന്താ അവിടെ പരിപാടി? എടാ, ഞാനിവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുക. നീ അപ്പുറത്ത് പോയെന്ന് നോക്കിക്കേ, വല്ലതുണ്ടെങ്കിൽ എടുക്ക്. നിനക്ക് വേണ്ടതൊക്കെ അങ്ങ് എടുത്തോ, ഒന്നും നോക്കണ്ട. ഓ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും പോസ്റ്റ് ആയില്ലേ? ആ, സാരമില്ല. പിന്നെ നയൻ, നിനക്കുള്ള ഡ്രസ്സ് അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എടാ, നീ എന്തിനാ എനിക്കുള്ള ഡ്രസ്സ് എടുത്തേ? നീയല്ലേ ആ ഭാഗത്തേക്ക് വരാതിരുന്നേ, അതുകൊണ്ട് നിനക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തു. എന്തേ, ഞാൻ എടുത്ത ഡ്രസ്സ് നീ ഇടില്ലേ? അങ്ങനെയൊന്നുമില്ലടാ, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. കൊറേ നേരമല്ലോ നടപ്പ് തുടങ്ങിയിട്ട്. ശക്തി, ഒന്നവിടെ നിന്നേ. എന്റെ പൊന്നോ, ഞാൻ എന്തൊക്കെയായി കാണുന്നേ. ശക്തി, ഇവൻ എന്നെ കൊണ്ട്, ദൈവമേ. ഹാവു, പുറത്തിറങ്ങി. ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് വെട്ടവും വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓ ദൈവമേ, എത്ര പെട്ടെന്ന് രാത്രിയായേ. ഇത്രയും നേരം അതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. എന്താ ജീവ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പൊക്കിയില്ലേ? പിന്നല്ല, അതൊക്കെ എന്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? നിതിനെ വലിക്കടാ, ചുമ്മാ ആക്ഷൻ കാണിക്കാതെ അങ്ങോട്ട് തള്ളു ചൂണേട്ടാ. ഓ, തള്ളുവാടാ. ഇവര് ഫ്രണ്ടിൽ പോട്ടെ, മെല്ലെ എങ്ങാനും പോയാ മതി. വേഗം വേഗം എടുത്തു വെക്ക് ക്രിസ്റ്റി. ഇതൊക്കെ ഒന്ന് വേഗം തീർത്തു കഴിഞ്ഞാ നേരത്തെ പോയി കുടുംബത്ത് കയറാം. വേഗം. ഓ, ഇതിനെ കൊണ്ടുവച്ചിട്ട് വരാം. ഈ വണ്ടീന്റെ ഒരു കാര്യം, നീ ഇവിടെ ഇരി. ക്രിഷ്, നീ എന്താണ് ഇവിടെ നിക്കുന്നേ? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച്. ഹാ, എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ അമ്മേനെ. എനിക്കും എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ടടാ. അല്ല, അന്ന് നീ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, നയനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ്. അയാളെ പിന്നെ നീ കണ്ടിരുന്നോ? ആടാ, ഞാൻ അയാൾ ഇന്ന് കണ്ടിരുന്നു. നിന്നോട് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അയാളുടെ പേര് മിഖായേൽ. മൈക്കെന്ന് എല്ലാരും വിളിക്കുന്നേ. ആളൊരു ഡാൻസറാ. മൈക്കോ? അതിപ്പോ ആരാണാവോ? പുതിയൊരു അവതാരം. ഇവർക്കാർക്കും അറിയില്ലെന്ന് തോന്നൂലേ? ഒന്നും പറയുന്നത് കേട്ടില്ല. പിന്നെ എങ്ങനെയാടാ ചോദിക്ക അവരോട്? അതുകൊണ്ടാണ്. എന്തായാലും നീ ഇപ്പൊ കണ്ടില്ലേ, ഇനി നീ ഒന്നും കൂടെ സംസാരിക്കും. എന്നിട്ട് നയനുമായിട്ട് വല്ല ബന്ധമുണ്ടോന്ന് അന്വേഷിക്ക്. ആ, നോക്കാം ഇനി അയാളെ എന്തെങ്കിലും കാണുമോന്ന്. അല്ലട ശക്തി, നയൻ എവിടെ പോയി? അവന് ഇങ്ങോട്ട് കേറിയപ്പോ. ആടാ, അത് അവന് നൈസായിട്ടേ ഒരു തലവേദന, അപ്പോ കിടക്കുവാ. എന്ത് ചെയ്തിട്ടാണ് അവന് തലവേദന വന്നേ? അറിയില്ലടാ. എടാ കൃഷേ, ഞാനേ നയനെപ്പറ്റി സ്വപ്നം കണ്ടടാ. ശേ, ഞാൻ എന്താ അവനെ പറ്റി ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നേ? സ്വപ്നോ? എന്താ കണ്ടേ നീ അതിനും മാത്രം? അത് അതെങ്ങനെ പറയാനൊന്നും പറ്റൂല. അപ്പൊ എന്തോ കാര്യായിട്ടുണ്ടല്ലോ. മോനെ ശക്തി, നീ ചേട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. എടാ, അവൻ മാത്രമല്ല, നിങ്ങള് എല്ലാരും ഉണ്ടായിരുന്നു സ്വപ്നത്തില്. എന്നാ പിന്നെ എല്ലാരും ഉണ്ടെങ്കി എന്താ കണ്ടേന്ന് പറയുന്നതിന് എന്താ? എടാ, നീ എവിടെ? ഒന്നിങ്ങ് വന്നേ. ഡാ, ക്രിസ്റ്റിയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം എന്തിനാ വിളിച്ചേന്ന്. ആടാ, നീ ചെല്ല്. ആഹാ, കടുവ ഉറങ്ങുവാണോ? എങ്ങനെ കിടക്കുന്നതാണ് എന്ത് ക്യൂട്ടാ. പക്ഷെ എങ്ങാനും എണീറ്റ് കഴിഞ്ഞാ തനി കടുവന്റെ സ്വഭാവം ഇറക്കും. ഇവൻ എന്താ ഇത്രയും ക്യൂട്ട്? ഞാൻ എന്തിനാ ഇവൻ ഇങ്ങനെ? എന്നാലും എന്തിനായിരിക്കും അങ്ങനെ സ്വപ്നം കണ്ടേ? എന്നെ ദൈവമേ, അതൊന്നും ഒറിജിനൽ നടക്കരുതേ. എങ്ങനെയാ ഞാൻ ഇതാരോടെങ്കിലൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ച ഒരു സ്വപ്നം അല്ലേ? ശക്തി, എന്തിനാണ് നീ എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നു? പോട്ടെ. അച്ചോടാ, എന്ത് ക്യൂട്ടാ എന്റെ കടുവ ഉറങ്ങുന്നതാണ്. ഗുഡ് മോർണിംഗ് ശക്തി. ഡാ, നീ ഇന്ന് നേരത്തെ എണീറ്റോ? ഇതെന്താ
നിനക്കെന്തേലും പറ്റിയിട്ടുണ്ടോ? നീ എന്താ നേരത്തെ എണീറ്റേ? അല്ലെങ്കിൽ ഞാൻ എണീറ്റ് കൊറേ കഴിഞ്ഞിട്ടാണല്ലോ നീ ചേരാ? ഞാൻ നേരത്തെയോ? എടാ, ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേനും നിന്റെ ബോധമൊക്കെ പോയോ നയൻ? നീ വൈകുന്നേരം അല്ലേ കയറി കിടന്നത്? ഇപ്പൊ 7 മണി ആയിട്ടേ ഉള്ളൂ. ആ, അത് ശരിയാണല്ലോ, ഓർത്തില്ലടാ. പിന്നെ നീ എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയത്? ഞാനിത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. പിന്നെ നീ നല്ല ഉറക്കമായതുകൊണ്ട് വിളിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നതാ. ഓ, ആണോ? ഏതായാലും നീ ഇവിടെ ഇരി, ഞാൻ എല്ലാരും ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം. ഞാൻ ബ്രോ ഇന്ന് ഫ്രീ ആണോ? ഓ, ഫ്രീ ആണല്ലോ. എന്താടാ? എന്നാലേ ഇവിടത്തെ പബ്ബൊക്കെ എവിടെയാ? എനിക്കൊന്ന് പോയാ കൊള്ളായിരുന്നു. അതിനെന്താ, പോവാലോ. ഏയ്, ക്രിസ്റ്റി ഇന്ന് ഫ്രീ അല്ല. നീ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോക്കോ. ഡാ, നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇന്നിപ്പോ എന്താ പ്രത്യേകിച്ച് പരിപാടിയുള്ളേ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം നിന്നോട്. എന്തുവാ നിതിനെ, നിന്റെ പരിപാടിയൊക്കെ നീ നാളെ ചെയ്താ മതി. ഈ ബ്രോ ഇന്ന് നമുക്ക് പബ്ബില് പോവാ പ്ലീസ്. ഡാ നിതിനെ, നമുക്ക് അങ്ങനെ എനിക്ക് നാളെ നോക്കാടാ. ഏയ്, അതൊന്നും പറ്റില്ല. ശക്തി, നിനക്ക് ആളെ കിട്ടിയാ പോരെ. നീ ആ നയനെ വിളിക്ക്. അവന് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. പബ്ബിലേക്കല്ലേ, അവൻ വന്നോളും. നീ ചെല്ല്, വിളിക്ക്. ആ, നയനെങ്കി നയൻ. എനിക്ക് ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. അപ്പൊ ബൈ, നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്ക്. ആ, അവൻ പോയി. അല്ല നിതിനെ, നീ എന്ത് പരിപാടിന്റെ കാര്യമാടാ പറഞ്ഞേ? ആ, പറയാടാ, ടൈം ആവട്ടെ. ഡാ, നീ ഇപ്പൊ ബിസിയാണോ? ഏയ് അല്ല, എന്തേ? നയൻ, ഞാനൊരു സത്യം പറയട്ടെ, നീ എന്ത് ഹാൻസം ആണ്. നിന്നെ കാണാനാണെങ്കിൽ ഒടുക്കത്തെ ലുക്കും. ഓ, ആണോ? എനിക്ക് അതങ്ങ് സുഖിച്ചു. നീയെ ഓവർ എന്നെ സുഖിപ്പിക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാ അത് പറ. അയ്യോ, പറയണോ? എന്താടാ, നീ കാര്യം പറ, കേക്കട്ടെ. നയൻ, അതെ, ഇന്ന് നീ എന്റെ കൂടെ പബ്ബിൽ വരുമോ? നിതിൻ പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് പോക്കോളാം, നിനക്ക് വേറെ ഒരു പണിയില്ലാന്ന് പറഞ്ഞു. പ്ലീസ്, എനിക്ക് ആദ്യമായതുകൊണ്ട് ഒറ്റയ്ക്ക് പോവാൻ നൈസായിട്ടൊരു പേടി. എപ്പോഴാ പോണ്ടേ എന്നിട്ട്? അപ്പൊ നീ വരുമോ ശരിക്കും? ആനേ, വരാനല്ലേ ചോദിച്ചേ. എപ്പോഴാ? അങ്ങനെയൊന്നുമില്ല, നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്നാ ചെല്ല്, പോയി റെഡി ആയിട്ട് വാ. ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കേ, ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വരാട്ടോ. 5 മിനിറ്റ്. ഇവന്റെ ഒരു കാര്യം. എന്താടാ, അവൻ നല്ല സന്തോഷത്തിലാണല്ലോ പോകുന്നേ. നീ പബ്ബിൽ പോകുന്ന സമ്മതിച്ചോ അവന്റെ കൂടെ? ആടാ, ഇന്ന് അവനത് വന്ന് ചോദിച്ചപ്പോ പെട്ടെന്നങ്ങ് സമ്മതിക്കാൻ തോന്നി. അപ്പോ ഞാനങ്ങ് പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നു. ശക്തിന്റെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ അല്ലേടാ. എന്തെങ്കിലും ചെറിയ കാര്യം മതി, അപ്പത്തേനും അതിനങ്ങ് ഹാപ്പി ആവും. എന്തെങ്കിലും ചെറിയ കാര്യത്തിനാണെങ്കിൽ പെട്ടെന്നങ്ങ് സാഡ് ആവുകയും ചെയ്യും. ആടാ, എടാ ശക്തിനെ അവനെ ഞാൻ ഓവറായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടടാ. എനിക്കറിയില്ല, അവന്റെ കണ്ണുകൾ, പിന്നെ അവന്റെ സംസാരം, അവനിങ്ങനെ നോക്കിയിരിക്കാൻ എന്ത് ക്യൂട്ടാ. പിന്നെ അവന്റെ ചുണ്ടുകൾക്ക് താഴെയുള്ള കറുത്ത മറുക്, എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഉയ്യോ, എന്റെ ചെക്കന്റെ നിഷ്കൂക്ക് അങ്ങ് ഒലിച്ചു പോയോ? എടാ കുട്ടാ, നിനക്ക് എന്താണോ പറ്റിയേ? എടാ, എനിക്ക് അതൊന്നും അറിയില്ല. അവന്റെ ആ മോള്, അത് ഞാൻ ഇന്നാ കണ്ടത്. എന്തോ ഒന്ന് എന്നെ അവനിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അപ്പോ എന്റെ സോൾമേറ്റ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് അവനോട് പ്രണയമാണോ? ഐ മീൻ ലവ്, കാതൽ, പ്യാർ, ഇഷ്ക്? തേങ്ങയാണ് പ്രേമം പോലും. ഇപ്പൊ സെറ്റാവും. എടാ, എന്തോ അതാണ് ഞാൻ നിന്നോട് പറയുന്നേ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. എന്നാ അത് ആദ്യം പറയണ്ടേ? ഞാൻ ചുമ്മാ കാട് കയറി എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എന്തുവാടാ, നിനക്ക് പ്രാന്ത? ഞാൻ റെഡി, പോവല്ലേ? പൂവല്ലടാ, പുഷ്പം. പുഷ്പോ? ഈ ആൻഡ്രോയ്ക്ക് ഇത് എന്ത് പറ്റി? ഏയ്, അവനൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഇടയ്ക്കിങ്ങനെ ഉണ്ടാവാറുള്ളതാ. അത് നീ കാര്യാക്കണ്ട. വാ പോവാം, ഇനി ലേറ്റ് ആവണ്ട.
നയൻ, സ്ഥലം കൊള്ളാലോ, അടിപൊളി, എനിക്കിഷ്ടായി. സെറ്റാണല്ലോ. ആണോ? ഇവിടെയുള്ള എല്ലാം ഇതുപോലെയൊക്കെ തന്നെയാടാ. നീ ആദ്യമായിട്ട് കാണുന്നോണ്ടാ. ഹലോ എടാ, ഒന്നും കേക്കുന്നില്ല, ഒരു മിനിറ്റ്. ശക്തി, നീ ഇവിടെ നിക്ക്, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ, എന്നാ ശരി, ഞാൻ ഇവിടെ നിക്കാം. ഓ ഗോഡ്, ഇത് മൈക്ക്. ഇവൻ ഏയ് ശക്തി, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ. ആണോ? എന്നിട്ട് ഒറ്റയ്ക്കാണോ നീ വന്നേ? ഏയ് അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട്, കോള് വന്നപ്പോ പുറത്തേക്ക് പോയതാ. ഹാ, പിന്നെ മൈക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അമേസിംഗ് ഡാൻസ്, അടിപൊളി മോനെ, പൊളിച്ച്. താങ്ക്സ് ഡാ. നിനക്കിഷ്ടായോ? എന്റെ പൊന്നോ, ഇഷ്ടായോന്ന്? എനിക്ക് ഒരുപാട് ഇഷ്ടായി. എന്നാ വാടോ, ഞാൻ എന്റെ ഫ്രണ്ടിനെ തനിക്ക് പരിചയപ്പെടുത്തി തരാം. എടാ, അത് എന്റെ കൂടെ വന്ന ആള് ഒരു കോള് വന്നപ്പോ. ഏയ് നീ പേടിക്കേണ്ട ശക്തി, അവൻ വന്നാ നമുക്ക് കാണാലോ. നമ്മൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടും പോകുന്നില്ല. ആ, എന്നാ ഞാൻ വരാം. മൈക്ക്, നീ ഇത് എവിടെയായിരുന്നു? എന്നും എവിടെയും പോയി കഴിഞ്ഞാൽ എപ്പോഴും നിന്നെ തപ്പി നടക്കലാണ് എന്റെ പരിപാടി. നിനക്ക് ഞാൻ കാണുന്നിടത്തൊക്കെ വന്നു നിന്നൂടെ? എടാ, ഞാൻ വന്നല്ലോ. ഞാൻ ഇവനെ കാണാനും വേണ്ടി പോയതാ. ശക്തി, ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. ആ, നമ്മള് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ, അപ്പൊ അതാണ്. പിന്നെ ശക്തി എന്നാണല്ലേ പേര്? എന്റെ പേര് എഡ്വിൻ. ദേ ഈ നിൽക്കുന്ന സാധനത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതവൻ പറഞ്ഞല്ലോ. എന്നാലും ഞാൻ ചുമ്മാ ഇരിക്കട്ടെ. ഓക്കെ എഡ്വിൻ. ഓ ഡാ, നീ ഒരാളെ നോക്കിയിരിക്കുവാണ് വെറുപ്പിക്കാനും വേണ്ടിട്ട്. ശക്തി, നീ ഇവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഇവനല്ലേലും ഇങ്ങനെ തന്നെയാ. പിന്നെ നിങ്ങള് കൊറേ കാലായി ഒരുമിച്ച്? ആ, കുറച്ച് കാലമായി അല്ലേടാ? പിന്നെ അല്ല മൈക്ക്, ഇവൻ ആരുടെ കൂടി വന്നേ? അല്ല, ഇവൻ എവിടെ താമസിക്കുന്നേ? എടാ, ഇവൻ നമ്മുടെ ജീവ, പിന്നെ എമിൽ, നിതിൻ, അവരുടെ ബാൻഡില് പുതുതായിട്ട് വന്നതാ. ന്യൂ മെമ്പേഴ്സ് രണ്ടുപേര് വന്നില്ലേ, അതിൽ ഒരാളാ ഇവൻ. ഓ, ആ ബാൻഡിലല്ലേ? അവരടിപൊളിയാ. പിന്നെ എങ്ങനുണ്ട് അവരുടെ കൂടെയുള്ള ജീവിതം? സെറ്റാണോ? അവരെല്ലാരും അടിപൊളിയല്ലേ. ഞാനിപ്പോഴാ അവരോടൊന്ന് ഫ്രണ്ട്ലി ആയി വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയോ അവരെയൊക്കെ? ഞാൻ കണ്ടിട്ടുണ്ട് എമിലിനെയും നിതിനെയും ജീവേനെയും. അവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ആരെയും അങ്ങനെ എനിക്ക് അറിയത്തില്ലടാ. എനിക്കും അങ്ങനെ പരിചയമൊന്നുമല്ല. പിന്നെ അവരിവിടുത്തെ പോപ്പുലർ ബാൻഡ് അല്ലേ, അപ്പോ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഹേയ് ശക്തി, ഞാനൊരു സത്യം പറയട്ടെ. നിന്നെ കാണാന് ഒരു മുയൽ കുഞ്ഞിനെ പോലെ ഉണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇതെന്നോട് നയൻ പറഞ്ഞിട്ടുണ്ട്. നയൻ? അതാരാ? നീ ഓർക്കുന്നുണ്ടോ? നീ എന്നോട് ആദ്യം ഒന്ന് സംസാരിച്ചത് നയന്ന് വിളിച്ചോണ്ടാ, നമ്മള് ഫസ്റ്റ് കണ്ടെന്ന്. ആ, ഓർക്കുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ ബാൻഡിലുള്ള ഒരാളാ. നിന്നെ പോലെ തന്നെയാ കാണാൻ. ഓ ആണോ? ആ, അത് പോട്ടെ. പിന്നെ യു ആർ സോ ക്യൂട്ട്, ബണ്ണി ബോയ്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തേ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഈ ശക്തി ഇത് എവിടെ പോയി? വിളിച്ചിട്ട് ഫോണിലും കിട്ടുന്നില്ല. അവനെ ഞാൻ ഇവിടെ നിർത്തിയിട്ടല്ലേ പോയത്. ഇനിയിപ്പോ ബാറിലെങ്ങാനും. എന്റെ മാതാവേ, ആ ചെക്കൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമാവോ. ഇതിപ്പോ എവിടെ പോയിട്ടാ ഇവനൊന്ന് തപ്പുക? നോക്കാം, അല്ലാതെ എന്താക്കാനാ? അവനില്ലാതെ വീട്ടിൽ ചെന്ന് കേറാൻ പറ്റുമോ? ഡാർക്ക്. എന്തു പറ്റിയടാ ക്രിസ്റ്റി? എന്തോ പോയ അണ്ണാനെ പോലെ മുകളിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. എന്തുവാ കാര്യം പറ. ഒന്നുമില്ലടാ. ഞാന്
അങ്ങ് ശക്തിന്റെ കൂടെ പബ്ബിൽ പോയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അതിപ്പോ എന്ത് പറ്റി? ശക്തി പറഞ്ഞല്ലോ നീയും ഇതിനും കൂടെയാണ് നയനയും കൂട്ടി പബ്ബിൽ പോക്കോളോ ശക്തിനോട് പറഞ്ഞെന്ന്. ആടാ, ഞങ്ങള് തന്നെയാ പറഞ്ഞേ. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു ഇവൻ എന്നോട് എന്തോ പറയാണ്ടെന്ന്. ഇപ്പൊ അവനൊന്നും പറയില്ല. ഞാൻ എന്താക്കാനാ? ഇവൻ എന്തോ പറയാനുള്ളത് കേൾക്കാനും വേണ്ടി ഇരുന്ന് ഞാനിപ്പോ പോസ്റ്റായി. എന്തുവാടാ ഇതിന്? നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ചെക്കനെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചേ? പാവം. അതല്ലടാ, അപ്പൊ ഞാൻ ആലോചിച്ചതായിരുന്നു അവനോട് പറയേണ്ട കാര്യം, പക്ഷെ ഇപ്പൊ മറന്നുപോയി. നോക്ക് ജീവ, ഇവൻ അതങ്ങ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു ശക്തിന്റെ കൂടെ. എടാ, അതിന് ആലോചിച്ച കാര്യം മറന്നു പോന്ന് ഞാൻ വിചാരിച്ചോ. സോറി. ഓ, ഇനിയിപ്പൊ സോറി പറഞ്ഞാ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അയ്യോ, ചൂടാവല്ലേ. ക്രിസ്റ്റി, ബാ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ട്? ഞാനൊന്നും വരില്ല. ദേ ക്രിസ്റ്റി, ചുമ്മാ കളിക്കല്ലേ. ഒന്ന് പോടാ ക്രിസ്റ്റി അവന്റെ കൂടെ. ഓ, ഇവൻ എത്ര നേരം വിളിക്കുന്നത്? നീ ഒന്ന് പോയിട്ട് വാ. ചുമ്മാ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ? ഓ, വരാ, നടക്ക്. അപ്പൊ ജീവ പോയിച്ചു വരാട്ടോ. ആ, ചെല്ല് ചെല്ല്. പ്രശ്നമൊന്നും ഉണ്ടാകാണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതിയായിരുന്നു രണ്ടെണ്ണം കൂടെ. സോറി ശക്തി, നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നാളെ ആകുമ്പോൾ നിനക്കിതൊന്നും ഓർമ്മയുണ്ടാകില്ല. സോ ടേക്ക് റെസ്റ്റ്. ബൈ. അത് ശക്തിയല്ലേ? ശക്തി, എന്താ പറ്റിയേ? അവൻ അതാരാ? എന്താ ഇവിടെ? നീ എങ്ങനെ ഇവിടെ എത്തിയേ? നയൻ, എനിക്കറിയില്ല. എനിക്ക് വയ്യ. എന്റെ തല. നീ കുടിച്ചിട്ടുണ്ടോ? എന്താ പറ്റിയേ? ഇവിടെ എന്താ? അവൻ ആരാ? ഇവിടെ എന്തായിരുന്നു? അവൻ ആരാന്ന് എനിക്കറിയില്ല. എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നേ? ശക്തി, വാ എണീക്ക്, നമുക്ക് വീട്ടിലേക്ക് പോവാം. നയൻ, അതാരാ? അവനെന്തിനാ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട ശക്തി, ഞാനില്ലേ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. വാ, നമുക്ക് വീട്ടിൽ പോവാം. മൈക്ക്, നിക്ക്. നീ ഇത് എങ്ങോട്ടാ ഇടിച്ചു തള്ളി കേറി പോന്നേ? എടാ, നീ കണ്ടില്ലേ? ശക്തി, അവനെ ആരാ? അത് നമുക്ക് നോക്കാം. ഇപ്പൊ അവര് പോട്ടെ. നീ അവരുടെ മുന്നിലേക്ക് ചെന്ന് കേറി കൊടുക്കണ്ട. അവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. എടാ, എന്നാലും നമ്മൾ അവന്റെ അടുത്ത് നിന്ന് മാറിയപ്പോഴത്തേനും അവൻ ഇങ്ങനെയൊക്കെ. അവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം ഇവിടെ എന്താ ഉണ്ടായെന്ന്. എഡ്വിൻ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവിടെ ഉണ്ടായത് കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? മൈക്ക്, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. നമുക്ക് കുറച്ചു കഴിയുമ്പോ ശക്തിനോടൊന്ന് സംസാരിക്കാം. ഇപ്പൊ വാ, നമുക്ക് പോവാം. ഇവ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പാവം. എന്നാലും അയാൾ എന്തിനായിരിക്കും അവനോട് ഇങ്ങനെയൊക്കെ? ഞാനിത് എവിടെയാ? ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നേ? അയ്യോ, എന്നെ ആരോ തട്ടിക്കൊണ്ട് പോന്നേ. എന്നെ ഒന്ന് രക്ഷിക്കണേ ആൾക്കാരെ, ഓടി വായോ. എടാ ശക്തി, ഇത് ഞാനാടാ നയൻ. നിന്നെ ആരും തട്ടിക്കൊണ്ട് പോകുന്നതല്ല. ഒന്ന് അടങ്ങിയിരുന്നേ. നയനോ? നീ എന്നെ എവിടേക്കാടാ തട്ടിക്കൊണ്ട് പോന്നേ? എന്നെ ഇവിടെ എങ്ങാനും ഇറക്കി വിട്, ഞാൻ സ്വന്തം നടന്ന് വീട്ടിൽ പൊക്കോളാം. എന്നെ കൊണ്ടോണ്ടാ, എന്നെ ഇവിടെ എങ്ങാനും ഇറക്കി വിട്. നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നതല്ല, വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഒന്ന് മിണ്ടാതിരിക്കുവോ കുറച്ചു നേരത്തേക്ക്? ആഹാ, എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലമുറയിട്ട് കരയുമ്പോ നീ എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നോ? ഇല്ല, എനിക്ക് ഇറങ്ങിപ്പോയേ പറ്റൂ. എന്നെ എന്റെ വീട്ടില് ജൂണേട്ടനും ജീവച്ചായനൊക്കെ കാത്തിരിക്കുമായിരിക്കും. പാവങ്ങള്. എനിക്ക് അങ്ങോട്ട് പോണേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോവേ. എടാ, നിന്റെ ജൂണേട്ടനെ ജീവച്ചായന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നേ. ഓ, ഇവനൊക്കെ ഏത് നേരത്താണാവോ. ഓരോന്ന് കാണിച്ചു വെച്ചാ മതിയല്ലോ. എന്നിട്ട് തിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. അനുഭവിക്കുന്നത് മറ്റുള്ളവര്. അയ്യോ, ഇങ്ങേരെന്നെ ചീത്ത പറയുന്നേ. നാട്ടുകാരെ, ഓടിവായോ. ഇവനെ കൊണ്ട് പെട്ടല്ലോ ഞാൻ. എന്റെ മാതാവേ, ഒരു പ്രശ്നമില്ലാണ്ട് വീട്ടിലൊന്ന് എത്തി കിട്ടിയാ മതിയായിരുന്നു. ഞാൻ ഒരു കൂടി മെഴുകുതിരി കത്തിച്ചേക്കാവേ. ഈ ചെക്കൻ
ഡാ മൈക്ക്, നിനക്കിതെന്താ പറ്റിയേ? ആർക്ക് വേണ്ടിയാ നീ ഇങ്ങനെ? എനിക്കത് അറിയാണ്ട് ഒരു സമാധാനമില്ല. ആരായിരിക്കും ശക്തിനോട്? എടാ അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഇതിനും മാത്രമൊക്കെ അവൻ നിന്റെ ആരാ? എഡ്വിൻ. പിന്നെ എന്താ മൈക്ക് ഞാൻ നിന്നോട് ചോദിക്കണ്ടേ? ഞാൻ 2 ദിവസമായിട്ട് കാണുക. അവനെ കണ്ട അന്ന് മുതൽ നീ എത്ര സോഫ്റ്റ് ആയിട്ട് അവനോട് സംസാരിക്കുന്നേ. ഇതൊന്നും അത്ര നല്ലതല്ല. എന്തിനാ നീ അവനോട് മാത്രം? ഇവിടെ നീ വേറെ ആൾക്കാരെ കാണാഞ്ഞിട്ടാണോ? എനിക്കറിയില്ല, പക്ഷെ എവിടെയോ എനിക്ക് അവനോട് എന്തൊക്കെയോ ഉണ്ട്. അവൻ എനിക്ക് ആരൊക്കെയോ ആണ്. മൈക്ക്, നീ എന്തൊക്കെയാ പറയുന്നേ? നീ കണ്ടതല്ലേ അവന്റെ കൂടെ നിന്നെ പോലെയുള്ള ഒരാളെ? അവനാണെന്ന് വിചാരിച്ചിട്ടാണ് ശക്തി ആദ്യം നിന്നോട് ഒന്ന് സംസാരിച്ചത്. അതൊക്കെ എനിക്കറിയാം. ഞാൻ അവനെ ആദ്യം കണ്ടപ്പോ തന്നെ അവന്റെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചത് അവന്റെ ആ മോളാടാ, അവന്റെ ചുണ്ടുകൾക്കടിയിലുള്ള. അതുകൊണ്ട് മാത്രമാണ് അന്ന് അവൻ എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് അവനോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതിരുന്നത്. അത്രയും അവൻ എന്നെ ആകർഷിക്കുന്നുണ്ട്. ഡാ, അവനൊരു മനുഷ്യനാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? നമ്മള് ഗോസ്റ്റ് ആണോ? അത് വാമ്പേഴ്സ് ആണോ? അങ്ങനെ എന്തെങ്കിലും ആണോ? വി ആർ ജസ്റ്റ് ആൻ എനർജീസ്. അത് മനസ്സിലാക്കാതെ നീ... എഡ്വിൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ എന്തിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്? അത് മൈക്ക്, നമ്മള് റോഷനെ കാണാൻ. അപ്പൊ നിനക്കറിയാം ഈ റോഷൻ എന്ന് പറയുന്ന ആള് നിന്റെ ആരാ? മൈക്ക്, നീ ഇങ്ങനെയൊക്കെ... നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ജീവനായിരുന്നില്ലേ അവൻ? ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ അവന് നിന്നെ വിട്ടു പോകേണ്ടി വന്നു. അവൻ കാരണമല്ലേ നമ്മൾ ഇന്ന് ഭൂമിയിലേക്ക് വന്നത്? അവനെ കാണാൻ മാത്രം. അവനൊരു മനുഷ്യനല്ലേ? അവനില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ? നമുക്ക് ആരാ അവന്റെ പേര് റോഷനാണെന്നും അവൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു തന്നത്? എടാ, റോഷനെ പോലെയാണോ ശക്തി? അല്ലേ? റോഷനും ശക്തിക്കും ഇടയിൽ നീ എന്ത് വ്യത്യാസമാണ് കാണുന്നത് എഡ്വിൻ? നമ്മളിപ്പോ ഭൂമിയിൽ വന്നിട്ട് 8 വർഷമാകുന്നു. ഇപ്പോ റോഷൻ 20 വയസ്സായി കാണും. ശക്തിക്കും അതേ സെയിം ഏജ് ആണ്. എനിക്ക് അവനോടുള്ളത് നിനക്ക് റോഷനോടുള്ള പോലെ ഒരു സ്നേഹമായിക്കൂടെ? എനിക്ക് തോന്നുന്നു റോഷനേക്കാൾ ചെറുതാണ് ശക്തി എന്ന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് മൈക്ക്, നിനക്ക് അവനോടുള്ള പോലെ ഫീലിങ്സ് അത് അവന് നിന്നോടില്ലെങ്കിൽ... ഫീലിങ്സ് അത് തോന്നാൻ അധികം സമയമൊന്നും വേണ്ട എഡ്വിൻ. നമ്മളൊരു എനർജീസ് ആണെന്ന് നീ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഏഞ്ചൽസ് ആണെന്ന് നീ പറഞ്ഞില്ല? അതെ, നമ്മൾ മാലാഖമാരാണ്. അതെ, നമ്മൾ മാലാഖമാരാണ്. പക്ഷേ സത്യത്തിന്റെ ആണോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ വെറും എനർജീസ് ആണെന്ന്. നമ്മൾ ഭൂമിയിൽ വന്നതിന് ശേഷം ശരിക്കും മനുഷ്യരെ പോലെ തന്നെ ആയിരിക്കുന്നു. മനുഷ്യന്റെ ഭാഷയും സംസാര ശൈലിയും എല്ലാം നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ പ്രണയിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മൈക്ക്, എല്ലാം ശരിയാണ്. നിനക്കുമുണ്ടൊരു മനസ്സ്. പക്ഷേ നിനക്ക് വേണ്ടി നീ അവന്റെ ജീവിതം നശിപ്പിക്കരുത്. ഇല്ല, എന്തായാലും ഞാൻ അത്രയും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ട് ഹിം. നീ ഇപ്പോ പറഞ്ഞത് തന്നെ തെറ്റാണ്. പക്ഷേ ഇതുവരെ നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഞാൻ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയും ഉണ്ടാകും. ശക്തി, നീഡ് യു. അയ്യോ എന്റെ ദൈവമേ, ആരുടെയും കണ്ണിപ്പെടണ്ട ആ തേറി. ഇനി ഇവരൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ എല്ലാം ശരിയാവും. ഞാൻ എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഉറങ്ങിക്കോ. ഡാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നേരത്തെ നീ ഹാൻസം ആണ്, ലുക്കാണെന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ ഞാൻ ആക്കിയതാണെന്ന് വിചാരിച്ചോ? ശക്തി, എന്തു പറ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? അത് ഞാനതൊന്നും തമാശയായിട്ട് പറഞ്ഞതല്ല. നീ എല്ലാം ഒന്ന് സീരിയസ് ആക്കിട്ട് എടുക്ക്. നീ അല്ലെങ്കിലും ഒടുക്കത്തെ ലുക്കാടാ. എങ്ങനെയാ? എനിക്ക് നിന്നെ കണ്ടപ്പോഴേ തോന്നിയതാ. എനിക്ക് നിന്നെ... ഓ,
ഇവൻ ബോധമില്ലാണ്ട് എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നേ. നീയേ ഒന്ന് കിടന്ന് ഉറങ്ങ്. നമുക്ക് എന്നിട്ട് നാളെ രാവിലെ സംസാരിക്കാം. നയൻ. ശക്തി, നീ ഇതെന്താ ചെയ്യുന്നേ? ബോധമില്ലാണ്ട് ഓരോന്നൊക്കെ അങ്ങോട്ട് മാറിയെന്നേ. വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് കിറിഞ്ഞിരിക്കുന്ന ഇവനോട് ഞാൻ എന്ത് പറഞ്ഞു ഒന്ന് മനസ്സിലാക്ക. ഓ, ഉറങ്ങിയോ? 19 വയസ്സേ ഉള്ളൂ, എന്നാലും കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ല. ഏതായാലും ഐ ലൈക്ക് ഇറ്റ്. ശക്തി, ഞാൻ എന്താ നിന്നോട് പറയണ്ടേ? എനിക്ക് നിന്നോട് തോന്നുന്ന ഫീലിങ്സിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ശക്തി. എക്സ്പെഷ്യലി യുവർ മോൾ. അറിയില്ല എങ്ങനെയാ നീ എന്നെ പറ്റി എന്ത് വിചാരിക്കും. നിന്റെ ചുണ്ടുകൾക്ക് താഴെയുള്ള ആ കറുത്ത മറുക് അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ശക്തി. The ball under your lips, inspiring me.